കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഗോബോൾട്ടിന്റെ ടെനറ്റ് 1499 പ്ലസ് 19 രൂപ എക്സ്ട്രാ ഞാൻ പ്രൊട്ടക്ഷൻ ഫീസ് സഹിതം കൊടുത്തിട്ടാണ് ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതിന് ശേഷമാണ് ആലോചിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ആമസോണിലും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും പ്രോഡക്റ്റ് ഉണ്ട്. 1499 രൂപ മാത്രം അവിടെയൊക്കെ കൊടുത്താൽ മതി. എക്സ്ട്രാ ഇങ്ങനെ 19-20 കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടെനറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 1500 രൂപയ്ക്കുള്ളിൽ വേർത്തല്ല. ഞാൻ ഉപയോഗിച്ചിടത്തോളം എന്താ പറയുക, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 1000 അല്ലെങ്കിൽ 1099 രൂപ ആ പ്രൈസ് റേഞ്ചിൽ വന്നാലാണ് നമുക്ക് വളരെ ലാഭകരമായിട്ട് ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റുന്നത്. എന്തായാലും ടെനറ്റ് അടുത്തൊരു അവരുടെ അപ്ഡേറ്റഡ് വേർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ടെനറ്റ് പ്രോ. 2 ദിവസം ആകുന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുക. അതായത് 1499 പ്ലസ് 19 ഫ്ലിപ്കാർട്ടിലും മറ്റുള്ള ആമസോണിലായിക്കോട്ടെ, ഇനി അതല്ല നമ്മുടെ ഗോബോൾട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് 1499 മേടിക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോബോൾട്ട് ടെനറ്റ് പ്രോ നമ്മൾ 1500 രൂപയ്ക്കുള്ളിൽ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. ആദ്യം തന്നെ പറയാം, ഇതൊരു അൺബോക്സിംഗ് അല്ല, ജസ്റ്റ് ഓവ്യൂ ആണ്. സ്പെക് വൈസ് നോക്കിയിട്ട് എനിക്ക് എന്താണോ ഈ ഒരു പ്രോഡക്റ്റിൽ ആ ഒരു സ്പെക് വൈസ് ഉള്ള ഒരു അഭിപ്രായം അത് നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പറയും, അത്ര മാത്രമാണ് കേട്ടോ. കൂടാതെ നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ടുള്ള ഒരു 10 പേര് മിനിമം കമന്റ് ഇടുവാണെങ്കിൽ ഉടനെ ഞാൻ വാങ്ങിച്ച് അൺബോക്സ് ചെയ്യും. കാരണം വെച്ചാൽ ടെനറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ആർക്കും വേണ്ടതൊരു പ്രോഡക്റ്റ് ആയിരുന്നു. കാരണം വൈക്ക് ഉള്ളൂലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക, 1500 കൊടുത്ത് മേടിച്ചാൽ നഷ്ടമായിരിക്കും. സോ ഒരു 10 പേര് എന്തായാലും തികച്ച് കമന്റ് ആയിട്ട് ഇടും, ഞാൻ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഓവ്യൂസിനും അതുപോലെ തന്നെ ടെക് അപ്ഡേറ്റ്സിനും ഓഫർ അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 1499 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വില കൂടുമോ, ഇനി അതല്ല ടെനറ്റിന്റെ വില കുറയ്ക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. 3 കളേഴ്സിലാണ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ക്രിംസൺ റെഡ്, ഫ്രോസ്റ്റ് വൈറ്റ്, ഒലീവ് ഗ്രീൻ. എന്തായാലും 3ഉം നല്ല രസമുണ്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഫിസിക്കലി ഒരു കേസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ടെനറ്റിന്റെ സെയിം സൈസ് തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് മുകളിൽ കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. സോ നമ്മുടെ ബഡുകൾ അകത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഗോബോൾട്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ മുകളിൽ ആ ഒരു കേസിന്റെ മുകളിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ആ ഒരു സവിശേഷത. അപ് ടു 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ടെനറ്റിലുള്ളത് പോലെ തന്നെ 75 മണിക്കൂറാണ് ഇവിടെയും നമുക്ക് ആ ഒരു ടോട്ടൽ പ്ലേ ടൈം കിട്ടുക. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. കൂടാതെ നമുക്ക് ആംപ് ആപ്പ് ഇവിടെയും സപ്പോർട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ആംപ് ആപ്പിൽ പോയിട്ട് ഞാൻ EQ കസ്റ്റമൈസ് ചെയ്താണ് ഫുള്ള് കൊളായത് ആ ഒരു ടെനറ്റിൽ. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ആ ഒരു ട്യൂണിലാണ് കിട്ടുന്നത്. അതിൽ പാട്ട് കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ആംപ് ആപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് കസ്റ്റം ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റോക്ക്, ജാസ്, പോപ്പ്, ഹെവി ബേസ് എന്നിങ്ങനെ പല പല EQ മോഡ്സും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കൂടാതെ ബ്ലൂടൂത്ത് വെർഷൻ 6.0 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ആണ്. 45 ms അൾട്രാ ലോ ലേറ്റൻസിയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ് നമുക്ക് ഇവിടെ കോളിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ളൊരു മൈക്ക് ക്വാളിറ്റിയാണ് നമ്മുടെ ടെനറ്റിൽ. സോ അതൊക്കെ തന്നെയായിരിക്കും ഇവിടെയും ഉള്ളത് കേട്ടോ. 13 mm ഡ്രൈവേഴ്സ് തന്നെയാണ് ഇവിടെയും നമ്മുടെ ആ ഒരു ടെനറ്റിനെ പോലെ ടെനറ്റ് പ്രോയിലും കാണാൻ സാധിക്കുക. ഇവർ തന്നെ ഇവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളതിലൊക്കെ തന്നെ 10 mm ആകുമ്പോഴത്തേക്ക് നമ്മുടെ അതായത് ബോൾട്ടിന്റെ എല്ലാത്തിലും 13 mm എന്നൊക്കെ ഉള്ളത്. 13 mm ആയതുകൊണ്ട് തന്നെ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു ഇയർബഡുകളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. കൂടാതെ IPX5ന്റെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. പണ്ട് മുതലേ ഇവരുടെ എല്ലാ ബഡുകളിലും നമുക്ക് IPX5 തന്നെയാണ് കാണുന്നത് കേട്ടോ. ഞാൻ പണ്ട് ആദ്യമൊക്കെ തന്നെ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയം മുതൽ കാണുന്ന ഒരു സംഭവമാണ് IPX5 എന്നുള്ളത്. സോ ഇതൊക്കെയാണ് എന്തായാലും എടുത്തു പറയേണ്ട കുറച്ച് സവിശേഷതകൾ നമുക്ക് ഈ ഒരു ഗോബോൾട്ട് ടെനറ്റ് പ്രോയിനെ കുറിച്ചിട്ട്. ഉറപ്പായിട്ടും സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക്
എന്താണോ ടെനറ്റ് അത് തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ആകെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മാത്രമാണ്. സോ നിങ്ങൾക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വേണമെങ്കിൽ മാത്രം ഈ ഒരു ടെനറ്റ് പ്രോയിലേക്ക് പോകാം. അതർവൈസ് നിങ്ങൾക്ക് ടെനറ്റ് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 1500 രൂപയ്ക്കുള്ളിൽ 2 പ്രോഡക്റ്റുകളും കിട്ടുന്നെങ്കിൽ ടെനറ്റ് പ്രോയിലേക്ക് പോകുന്നതാണ് നല്ലത്. പക്ഷേ ഓഫർ സമയങ്ങളിൽ ചിലപ്പോൾ ഈ ടെനറ്റ് എന്ന് പറയുന്നത് 1199 1299 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ടെനറ്റ് പ്രോ എന്ന് പറയുന്നത് 1499 നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ടെനറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് 32 dB എന്നൊക്കെ പറയുന്നത് നമ്മൾ വെളിയിൽ പോയിട്ട് ഓൺ ആക്കുമ്പോൾ അത് ഓൺ ആയോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. സോ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ടെനറ്റ് പ്രോയിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടെനറ്റ് പ്രോ മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ടെനറ്റ് പ്രോയിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.